ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴൊരു പാനിലേക്ക് കുറച്ചധികം കറിവേപ്പില ഉണ്ടല്ലോ, അതും പിന്നെ ഒരു 1, 2 നമ്മുടെ വഴുതനങ്ങ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നല്ല കിടിലൻ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാം. കത്തിരിക്കയിലോ അല്ലെങ്കിൽ വഴുതനങ്ങയിലോ ഇതുപോലെ പരീക്ഷിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും പരീക്ഷിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണൊക്കെ കടുക് ഇട്ട് കൊടുക്കാം. അപ്പൊ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഞാൻ അത്യാവശ്യം ഒരു വലിയ വഴുതനങ്ങ പിന്നെ ഒരു ചെറിയ വഴുതനങ്ങ, ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കാണിച്ച പോലെ 2 വഴുതനങ്ങ എടുത്ത് ഇതുപോലെ നന്നായിട്ട് ക്ലീൻ ആക്കി നീളത്തിൽ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കനത്തിൽ തന്നെയാണ് കേട്ടോ ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഈ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും എല്ലാം കൂടെ ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ചിലർക്ക് ഈ വഴുതനങ്ങ കാണുമ്പോഴേ ഓടാനാ തോന്നുന്നത്. പക്ഷെ എനിക്ക് ഈ സംഭവം ഉണ്ടല്ലോ, ഈ വഴുതനങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിതിൽ പല വെറൈറ്റീസ് ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ടാക്കി ഞാൻ ഇതിൽ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോഴേതാണ്ട് ഇത്രയൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയ പീസ് പുളി എടുത്ത് അത് പിഴിഞ്ഞെടുത്തതാണ്. അപ്പോൾ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. ഒരുപാട് അങ്ങ് പുളി എടുക്കരുത്, ചെറിയ പീസ് എടുത്ത് കുറച്ചധികം വെള്ളത്തിൽ ഞാൻ ഒന്ന് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കാവും. ആ ഒരു സമയം നമുക്കൊരു അരപ്പ് റെഡിയാക്കാം. ഒരു 1/4 കപ്പിലും കുറച്ചും കൂടി കൂടുതലായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ വളരെ കുറച്ച് മതിയാവും ഇതിന്. ഇനി ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അപ്പോൾ അത് തൊലിയോടുകൂടി തന്നെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം കറിവേപ്പില. അതായത് കുറച്ചധികം കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഒരു കണക്ക് പറഞ്ഞാൽ ഒരു 2 കപ്പോളം കറിവേപ്പില എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ആക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലപോലെ പേസ്റ്റ് കണക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അപ്പം കറിവേപ്പില ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. അപ്പം നല്ലപോലെ ഇതുപോലെ പേസ്റ്റ് കണക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടോ. നമ്മുടെ വഴുതനങ്ങ അല്ലെങ്കിൽ കത്തിരിക്ക അത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്, ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചേക്കുന്ന അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സഡ് ജാറിൽ കുറച്ച് വെള്ളം ചേർത്ത് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവേ. ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഒരല്പം കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കറി 2 രീതിയിൽ ഉണ്ടാക്കാം. നല്ലപോലെ വറ്റിച്ച് ഉണ്ടാക്കാം, പിന്നെ കുറച്ച് ഗ്രേവിയോട് കൂടി ഉണ്ടാക്കാം. ഞാനിത് കുറച്ച് വറ്റിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് നല്ലപോലെ മിക്സ് ആക്കി ഇതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഗ്രേവിയൊക്കെ കുറച്ചൊന്നും കൂടെ കുറുകി നന്നായിട്ടൊന്ന് വറ്റി വരാനായിട്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തേക്കണേ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് നല്ലപോലെ വെന്ത് വരട്ടെ. ഇപ്പൊ ദാണ്ടെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ വറ്റിയിട്ട് വേണം. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടെ ഇളക്കിയിട്ടിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിന് എന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിൻ്റെ കൂടെ രസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം എനിക്ക് കുറച്ചും കൂടെ ഇത് കുറുകിയിരിക്കുന്നതാണ് ഇഷ്ടം. അടച്ചു വെച്ച് ഒരു 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ദാണ്ടെ 2 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. സംഭവം ഇത്തിരിയും കൂടെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിനാണ് കേട്ടോ എടുക്കുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിന് എടുത്ത് കഴിക്കാനാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ഇത്.
അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറിവേപ്പില കത്രിക്ക കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചും കത്തിരിക്കയും ആ കറിവേപ്പിലയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ ഇത് ഇഷ്ടാവുള്ളൂ. അങ്ങനെയുള്ളവർ മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും ഇതാണ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതൊക്കെ ഇഷ്ടമുള്ളവർ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ല് കേട്ടോ. അപ്പം ഇത് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ച് അങ്ങോട്ട് കഴിക്കണം. അടിപൊളിയാണ് കേട്ടോ. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഈ കറിവേപ്പിലയും ഈ കത്തിരിക്കയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് എനിക്കിഷ്ടമായി. അപ്പം ഉണ്ടാക്കി നോക്കുന്നവർ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.